ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇൻഷുർ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് മാർച്ച് വരാറായി. അതായത് ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയാണ് മാർച്ചിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസമാണ് മാർച്ച് എന്നാണ്. ഇനി അടുത്തത് പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ നമുക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ ഈ വീഡിയോ കാണുന്നവർ, അതുമാതിരി എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞു വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ സാമ്പത്തികപരമായിട്ട് വലിയ അച്ചടക്കം എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പറയുന്ന എനിക്കും സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഞാൻ ശ്രമിച്ച് കൊണ്ടുവരുത്തുന്നതാണ്. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല, എങ്കിലും നമുക്കത് വരുത്താനുള്ളൊരു ശ്രമം, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഈ ഒരു മാസം നമുക്ക് വിലയിരുത്തലിൻ്റെ ഒരു മാസമാണ്. അപ്പോൾ നമുക്ക് വിലയിരുത്തുന്ന വന്നാൽ നമ്മുടെ ലോണുകൾ, നമുക്ക് എത്ര ലോണുണ്ട്, അതേമാതിരി നമുക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ആ ഡെപ്പോസിറ്റൊക്കെ റിന്യൂവൽ ചെയ്യുന്നുണ്ടോ, കൃത്യസമയത്ത് റിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ, അതേമാതിരി നമുക്ക് ചെറിയ നിക്ഷേപങ്ങൾ എത്രയുണ്ട്, അതേമാതിരി നമുക്ക് ഇൻഷുറൻസ് കവറേജ് എത്രയുണ്ട്, അതായത് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലിക്ക് എത്ര ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ പേർക്ക് എന്തൊക്കെ ഇൻഷുറൻസ് പദ്ധതികൾ എടുത്തു വെച്ചിട്ടുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സ്വയം വിലയിരുത്താവുന്ന ഒരു മാസമാണ് മാർച്ച് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ, നമുക്ക് സാമ്പത്തിക മേഖലയിൽ ഒരു ഇയർ എൻഡിങ് ആണ്, പുതിയ ഇയർ തുടങ്ങാൻ പോകണം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും കൂടി നമ്മൾ എന്ത് ബിസിനസ് അല്ലെങ്കിൽ എന്ത് ജോലി, എന്ത് പ്രൊഫഷൻ ഉള്ള ആളാണെങ്കിലും ഒരു വിലയിരുത്തലിൻ്റെ ഒരു മാസമായിട്ടാണ് നമുക്ക് ഈ മാർച്ച് കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ചിലവുകൾ എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് സേവിങ് ചെയ്യാൻ പറ്റുക. അതേമാതിരി കുട്ടികളുടെ എക്സാം കഴിഞ്ഞ് അവർ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ആ സമയത്താകുമ്പോൾ നമുക്ക് ഇതൊക്കെ കണക്കാക്കാൻ പറ്റിയൊരു സമയമായിരിക്കും നമുക്ക് എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും പുതിയൊരു സാമ്പത്തിക വർഷം നല്ലതായിരിക്കട്ടെ. അതേമാതിരി ഈ സാമ്പത്തിക വർഷത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത കിട്ടട്ടെ, നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായി എല്ലാവരും നല്ല വെൽ സെറ്റിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.